യൂത്ത് കോൺഗ്രസ് വ്യാജ ID കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും VS അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ വരികയും ചെയ്തത്. നിലവിൽ വലിയ തരത്തിലുള്ള ശക്തമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ വ്യാജ ID കാർഡ് നിർമ്മാണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നത്, അല്ലേ? സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിൻ്റെ പരാതി. ഈ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷിച്ച് വരികയായിരുന്നു. പക്ഷേ ഈ സംസ്ഥാന വ്യാപകമായി തന്നെ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡുകൾ നിർമ്മിച്ചു എന്ന അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു പ്രത്യേക സംഘത്തിൻ്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയിട്ടുമുണ്ടായിരുന്നു. ഈ ശുപാർശ പരിഗണിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കേസ് കൈമാറിയിരിക്കുന്നത്. പ്രത്യേക സംഘവും ഇതിന് ആയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ DIG ജയനാഥ് IPS ആണ് നയിക്കുക. മേൽനോട്ടം ക്രൈംബ്രാഞ്ച് SP ജയശങ്കറിനാണ്. DYSP ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. എന്തായാലും വ്യാപകമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാർഡുകൾ നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അതിനൊപ്പം തന്നെ 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ രീതിയിൽ ഇത് അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം നേരത്തെ അറസ്റ്റിലായത് സംസ്ഥാന നേതൃത്വത്തിലടക്കം ഉള്ളവർ ആണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് വിപുലമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ച ഈ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ളടക്കം പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇനി രഞ്ജു എന്ന ഒരു പ്രതി കൂടി അറസ്റ്റിലാകാനുണ്ട്. ഇയാൾ കൂടി അറസ്റ്റിലായാൽ ഒരു വട്ടം കൂടി രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം അറസ്റ്റിലായവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുത്ത അനുയായികൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിലവിൽ ഈ കേസിൻ്റെ ഒരു അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് കേസ് ഏൽപ്പിക്കുന്നു. മാത്രമല്ല ഒരു IPS ഉദ്യോഗസ്ഥൻ DIG ജയനാഥ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുക. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് SP ജയശങ്കറിന് മേൽനോട്ടവും. നേരത്തെ ഒരു ചെറിയ സംഭവമായി സാധാരണ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ വ്യാജ ID കാർഡ് നിർമ്മിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത. പിന്നീടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ID കാർഡാണ് കേരളത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ ID കാർഡുകൾ നിർമ്മിക്കുകയും ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിലടക്കം ഇത് ഉപയോഗിക്കാൻ, ഒപ്പം തന്നെ വിവിധ ആധാർ കാർഡ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ ID കാർഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ വലിയ മാനങ്ങളുള്ളതാണ്. DIG ജയനാഥിൻ്റെ നേതൃത്വത്തിൽ വലിയ അന്വേഷണം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, എത്ര കാർഡുകൾ ഇത്തരത്തിൽ നിർമ്മിച്ചു എന്നതിനെ സംബന്ധിച്ച കൃത്യമായൊരു വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുറത്തു വരുന്നുണ്ടോ? കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾ, മിക്കവാറും എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വ്യാജ കാർഡ് നിർമ്മിച്ചു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കേസാണ്. അങ്ങനെ തന്നെയാണ് പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവം, ഈ റിപ്പോർട്ട് അടക്കം, പോലീസ് നൽകിയ റിപ്പോർട്ട് അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഈ പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേക സംഘം അന്വേഷിച്ച് വരവേ ആ അന്വേഷണ സംഘം തന്നെയാണ് ആവശ്യം മുന്നോട്ട് വെച്ചത്. കാരണം ഇതിൻ്റെ വ്യാപ്തി വലുതാണ്. പല ജില്ലകളിലും, ഈ സംസ്ഥാനത്തെ പല ജില്ലകളിലും കേന്ദ്രീകരിച്ച് ഇവർ വ്യാപകമായി തന്നെ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഫോണുകൾ, അതായത് SIM കാർഡുകൾ കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംസ്ഥാന വ്യാപകമായി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നതാണ് ഉചിതമെന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അത് പരിഗണിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് തന്നെ കേസ് വിട്ടു നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ IPS ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ DYSP ജലീൽ തോട്ടത്തിലാണ് ഈ കേസ് അന്വേഷിക്കുക. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ട കേന്ദ്രീകരിച്ചും കാസർഗോഡ് കേന്ദ്രീകരിച്ചുമാണ് കൂടുതലായി ഈ തെരഞ്ഞെടുപ്പ് IDകൾ വ്യാജമായി നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊപ്പം നേരത്തെ നമ്മൾ പുറത്തുവിട്ടതനുസരിച്ച് തിരുവനന്തപുരത്ത് KSU പ്രവർത്തകരടക്കം ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇതിന് സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളത് അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും കൂടി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 പേര് മാത്രമാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അടക്കം ഈ കേസിൽ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ കേസിൽ ചോദ്യം ചെയ്യലിന് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എന്തായാലും ഇതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ